രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യരൂപേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തെഴുമാര്യപാദം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണൗ വജസാ ഗൃണാമി ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. അധ്യാത്മരാമായണം സുന്ദരകാന്ഡം സർഗം 2 അശോകവനികയിൽ മൈഥിലി. ശ്രീമഹാദേവ ഉവാച തതോ ജഗാമ ഹനുമാൻ ലങ്കാം പരമശോഭനം രാത്രൗ സൂക്ഷ്മതനുർഭൂത്വാ ബഭ്രാമ പരിതഃപുരീം സീതാന്വേഷണകാര്യാർത്ഥി പ്രവിവേശ നൃപാലയം തത്ര സർവപ്രദേശേഷു വിവിച്യ ഹനുമാൻ കവി നാപശ്യ ജാനകിം സ്മൃത്വാ തതോ ലങ്കാഭിഭാഷിതം ജഗാമ ഹനുമാൻ ശീഘ്രം അശോകവനികാം ശുഭാം. സീതാന്വേഷണ കാര്യത്തിൽ തൽപരനായ ഹനുമാൻ രാജാവിൻ്റെ അരമനയിൽ പ്രവേശിച്ച് അവിടെ എല്ലാ സ്ഥലത്തും തെരഞ്ഞിട്ടും കവീശ്വരൻ ജനകാത്മജയെ കണ്ടില്ല. ലങ്കാലക്ഷ്മി പറഞ്ഞതോർത്ത് ഹനുമാൻ പിന്നെ മനോഹരമായ അശോകവനികയിലേക്ക് പെട്ടെന്ന് ചെന്നു. സുരപാദപസംഭാതാം രത്നസോപാനവാപികാം നാനാപക്ഷിമൃഗാകീർണാം സ്വർണപ്രാസാദശോഭിതാം ഫലൈരാനമ്രശാഖാഗ്രപാദപൈ പരിവാരിതാം വിജിന്വാൻ ജാനകീം തത്ര പ്രതിവൃക്ഷം മരുത്സുത ദർശാഭ്രം ലിഹം തത്ര ചൈത്യപ്രാസാദമുത്തമം ദൃഷ്ട്വാ വിസ്മയമാപന്നോ മണിസ്തംഭശതാണ്ണിതം. കൽപ്പതിരുക്കൾ തിങ്ങിയതും രത്നപ്പടവുകളോടുകൂടിയ കുളങ്ങളുള്ളതും പലതരം പക്ഷിമൃഗങ്ങൾ നിറഞ്ഞതും കനകസൗധങ്ങളാൽ ശോഭിതവും ഫലങ്ങൾ കൊണ്ട് ശാഖാഗ്രം കുനിഞ്ഞ വൃക്ഷങ്ങളാൽ ചൂഴപ്പെട്ടതുമായ ആ അശോകവനികയിലെ ഓരോ മരച്ചുവട്ടിലും ജാനകിയെ തേടിയ മാരുതി ആകാശം മുട്ടുന്നതും ഉത്തമവുമായ വലിയ ഒരു മന്ദിരം അവിടെ കണ്ടു. 100 രത്നത്തൂണുകളുള്ള ആ ദേവാലയം കണ്ട് ആശ്ചര്യപ്പെട്ടു. സമതീത്യ പുനർഗത്വാ കിഞ്ചിത് ദൂരം സമാരുതി ദദർശ ശിംശവാവൃക്ഷം അത്യന്തനിബിഡച്ഛതം അധിഷ്ഠാതപമാകീർണം സ്വർണവർണവിഹംഗമം തന്മൂലേ രാക്ഷസീൻ മധ്യേ സ്ഥിതാം ജനകനന്ദിനീം ദദർശ ഹനുമാൻ വീരോ ദേവതാമിവ ഭൂതലേ ഏകവേണീം കൃശാം ദീനാം മലിലാംബരധാരിണീം ഭൂമൗ ശയാനാം ശോചന്തീം രാമ രാമേതി ഭാഷിണീം ത്രാതാരം നാദിഗച്ഛന്തീം ഉപവാസകൃശാം ശുഭാം ശാഖാന്തച്ഛതമധ്യസ്ഥോ ദദർശ കവികുഞ്ചരഃ. കുറച്ചു ദൂരം കൂടി ചെന്നപ്പോൾ മാരുതി വളരെ ഇടതൂർന്ന ഇലകളുള്ളൊരു ശിംശപാവൃക്ഷം കണ്ടു. വെയിലേൽക്കാത്തതും കനകനിറമുള്ള പറവകൾ തിങ്ങുന്നതുമായ മരത്തിൻ്റെ ചുവട്ടിൽ ദേവതയെപ്പോലെ മണ്ണിൽ രാക്ഷസിമാരുടെ ഇടയിലിരുന്ന ജനകപുത്രിയെ വീരഹനുമാൻ കണ്ടു. മെലിഞ്ഞ് ദീനയായി മലിന വസ്ത്രങ്ങൾ ധരിച്ച് അഴലാർന്ന് നിലത്ത് കിടക്കുന്നവളും രാമാ രാമാ എന്ന് ഉരുവിടുന്നവളും ഉപവാസം കൊണ്ട് കൃശമായ ശരീരത്തോടുകൂടിയും രക്ഷകനെ കാണാൻ കാത്തിരിക്കുന്നവളുമായ സീതയെ ശിംശപാവൃക്ഷത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട്
ഇലകൾക്ക് നടുവിലൂടെ കവിവരൻ ദർശിച്ചു. കൃതാർത്ഥോഹം കൃതാർത്ഥോഹം ദൃഷ്ട്വാ ജനകനന്ദിനി മയൈവ സാധിതം കാര്യം രാമസ്യ പരമാത്മന തത്ര കില കിലാ ശബ്ദോ ബഭൂവാന്തപുരാദ്ബഹി കിമേതദിതി സംലീനോ വൃക്ഷപത്രേഷു മാരുതി ആയാന്തം രാവണം തത്ര സ്ത്രീജനൈ പരിവാരിതം ദശാസ്യം വിംശതിഭുജം നീലാഞ്ജനജയോപമം ദൃഷ്ട്വാ വിസ്മയമാപന്ന പത്രഖണ്ഡേഷു ലീയതേ. രാവണോ രാഘവേണാശു മരണം മേ കഥം ഭവേത് സീതാർത്ഥം അഭിനായാതി രാമ കിം കാരണം ഭവേത് ഇത്യേവം ചിന്തയൻ നിത്യം രാമമേവ സദാ ഹൃദി തസ്മിൻ ദിനേ അപരരാത്രൗ രാവണോ രാക്ഷസാധിപ. സ്വപ്നെ രാമേണ സന്ദിഷ്ട കചിദാഗത്യ വാനര കാമരൂപധര സൂക്ഷ്മോ വൃക്ഷാഗ്രസ്തോ നിപശ്യതി. ജനകപുത്രിയെ കാണുകയാൽ ഞാൻ ധന്യനായി. എന്നാൽ മാത്രമാണല്ലോ പരമാത്മാവായ രാമന്റെ കാര്യം സാധ്യതമായത്. അപ്പോഴേക്കും അന്തഃപുരത്തിൽ നിന്ന് വെളിയിലേക്ക് കിലകലാരവം കേൾക്കാറായി. ഇതെന്ത് എന്ന് വിസ്മയത്തോടെ മാരുതി നോക്കിയപ്പോ സ്ത്രീജനങ്ങളാൽ ചൂഴപ്പെട്ട് 10 തലയും 20 കരവുമുള്ള അഞ്ജനക്കട്ടയ്ക്കൊത്ത രാവണൻ അവിടേക്ക് വരുന്നത് കണ്ടു. വിസ്മയം പൂണ്ട ഹനുമാൻ ഇലച്ചിലകൾക്കിടയിൽ ഒളിച്ചിരിപ്പായി. രാമനാൽ വേഗം എനിക്ക് മൃതി എങ്ങനെ കൈവരും? സീതയ്ക്കായിപ്പോലും രാമൻ വരുന്നില്ലല്ലോ, എന്താവാം കാരണം എന്നിങ്ങനെ നിത്യം നിരന്തരം രാമനെ തന്നെ ഉള്ളിൽ നനച്ചു പോകുന്ന രാക്ഷസാധിപനായ രാവണൻ അന്ന് വെളുപ്പിന് സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു. രാമസന്ദേശവാഹകനും സൂക്ഷ്മരൂപനും യഥേഷ്ടം രൂപം പേറുന്നവനുമായൊരു വാനരൻ വന്ന് വൃക്ഷാഗ്രത്തിലിരുന്ന് വീക്ഷിക്കുന്നു. ഇതി ദൃഷ്ടാദ്ഭുതം സ്വപ്നം സ്വാത്മന്യേവാനുചിന്യസ സ്വപ്ന കഥാചിത് സത്യഃ സ്യാത് ഏവം തത്ര കരോമ്യഹം ജാനകീം വാക്ഷരീർവിദ്ധ്വാ ദുഃഖിതാം നിതരാമഹം കരോമി ദൃഷ്ട്വാ രാമായ നിവേദയതു വാനരഃ. ഇങ്ങനെ അത്ഭുതകരമായ സ്വപ്നം കണ്ടപ്പോൾ അവൻ സ്വമനസ്സിൽ തന്നെ ഇങ്ങനെ ചിന്തിച്ചു, ചിലപ്പോൾ സ്വപ്നം സത്യവുമാകാമല്ലോ. ഞാൻ ഒരു കാര്യം ഇവിടെ ചെയ്യുകയാണ്. ഞാൻ ജാനകിയെ വാക്ഷരങ്ങളാൽ മുറിപ്പെടുത്തി വേദനിപ്പിക്കുക തന്നെ. വാനരൻ അത് കണ്ട് രാമനെ അറിയിക്കട്ടെ. ഇത്യേവം ചിന്തയൻ സീതാ സമീപം അഗമദ്ധ്രുതം നൂപുരാണാം കിങ്കിണീനാം ശ്രുത്വാ ശിഞ്ചിതമംഗന സീത ഭീതാലീനമാന സ്വാത്മന്യേവ സുമധ്യമ അധോമുഖ്യശ്രുതയന സ്ഥിത രാമാർപ്പിതാന്തര. രാവണൻ പെട്ടെന്ന് സീതയുടെ സമീപത്തെത്തി. ആ നൂപുരകിങ്ങിണികളുടെ കിലുക്കം കേട്ട് സീത ഭീതയായി. ആ സുന്ദരി തന്നിൽ തന്നെ സ്വയം മറഞ്ഞ് കണ്ണീർ നിറഞ്ഞ മിഴികളോടെ ഹൃദയം രാമനിൽ അർപ്പിച്ച് അധോമുഖിയായി ഇരുന്നു. രാവണോപി തഥാ സീതാം ആലോക്യാഹ സുമധ്യമേ മാം ദൃഷ്ട്വാ കിം വൃഥാ ശുഭ്രു സ്വാത്മന്യേവ വിലീയസേ രാമോ വനജരാണാം ഹി മധ്യേ തിഷ്ഠതി സാനുജ കദാചിദ് ദൃശ്യതേ കൈശ്ചിത് കദാചിന്നൈവ ദൃശ്യതേ മയാതു ബഹുധാ ലോകാ പ്രേഷിതാസ്തസ്യ ദർശനേ ന പശ്യന്തി പ്രയത്നേന വീക്ഷമാണാ സമന്തത. സീതയെ നോക്കി രാവണൻ ചോദിച്ചു, അഴകിയെന്ന പുരികമാർന്നുള്ളവളെ, അല്ലയോ സുന്ദരി, എന്നെ കാണുമ്പോൾ നീ എന്തിനിങ്ങനെ വൃഥാ മറയുന്നു? അനുജനോടൊത്ത് രാമൻ കാടന്മാരുടെ ഇടയിൽ തന്നെ കഴിയുകയാണ്. ചിലരാൽ ചിലപ്പോൾ കാണപ്പെട്ടു എന്ന് വരാം, ചിലപ്പോഴാകട്ടെ കാണപ്പെടുക തന്നെയില്ല. അയാളുടെ ദർശനത്തിന് എന്നാലാകട്ടെ നിരവധി ആളുകൾ നിയുക്തരായി നാലുപാടും പ്രയത്നപൂർവ്വം നിരീക്ഷിച്ചിട്ടും അവർ കാണുന്നില്ല. കിം കരിഷ്യസി രാമേണ നിസ്പൃഹേണ സദാ ത്വയി ത്വയാ സദാലിംഗതോപി സമീപസ്ഥോപി സർവദാ ഹൃദയേസ്യനജസ്നേഹ ത്വയി രാമസ്യ ജായതേ ത്വത്കൃതാൻ സർവഭോഗാംശ ത്വദ്ഗുണാൻ അഭിരാഘവ ഭുഞ്ജനോപിത ജ്ഞാനാദി കൃതഘ്നോ നിർഗുണോ അധമ ത്വമാനീതാ മയാ സാധ്വി ദുഃഖശോക സമാകുല. ഇദാനീം അഭിനായാദി ഭക്തിഹീന കഥം വ്രജേത് നിസ്സത്വോ നിർമ്മമോ മാനി മൂഢ പണ്ഡിതമാൻ അവൻ.
നരാധമം ത്വദ്വിമുഖം കിം കരിഷ്യസി ഭാമിനി ത്വയ് അതീവ സമാസക്തം മാം ഭജസ്വാസുരോത്തമം. ദേവഗന്ധർവനാഗാനാം യക്ഷകിന്നരയോഷിതാം ഭവിഷ്യതി നിയോക്ത്രീത്വം യദി മാം പ്രതിപദ്യസേ. രാവണസ്യ വജശ്രുത്വാ സീതാമർഷസമന്വിതാ ഉവാച അധോമുഖീ ഭൂത്വാ നിധായ തൃണവന്തരേ. നിന്നിൽ തൽപരനല്ലാത്ത രാമനെ കൊണ്ട് നീ എന്താണ് ചെയ്യുക? എപ്പോഴും അരികിലിരുന്നാലും സദാ നിന്നാൽ ആലിംഗിതനായാലും ആ രാമന്റെ ഹൃദയത്തിൽ നിന്നോട് സ്നേഹമുണ്ടാകാറില്ല. നീ രചിച്ച സകല ഭോഗങ്ങളും നിന്റെ ഗുണങ്ങളും ആസ്വദിക്കുന്നവനെങ്കിലും രാഘവൻ കൃതഘ്നനാണ്. നിർഗുണനും അധമനുമായ അവന് എൻ്റെ മഹിമ അറിഞ്ഞുകൂടാ. ഹേ സാധ്വി, നിന്നെ ഞാൻ കൊണ്ടുപോകുന്നു. അല്ലലിലും അഴലിലും മുഴുകിയാണ് നീ കഴിയുന്നത്. ഇപ്പോൾ അയാൾ വരുന്നില്ല. സ്നേഹഹീനൻ വരുന്നതെങ്ങനെ? അവൻ ദുർബലനും മമതയറ്റവനുമാണ്. മാനമറ്റ മൂഢ പണ്ഡിതൻ മന്യൻ. നരാധമനും നിന്നിൽ വിമുഖനുമായ അവനെ കൊണ്ട് നീ എന്തു ചെയ്യും? അല്ലയോ ഉത്തമേ, നിന്നിൽ അതീവസക്തനും അസുരോത്തമനുമായ എന്നെ നീ സ്വീകരിക്കൂ. എന്നെ വരിക്കുകയാണെങ്കിൽ നീ ദേവഗന്ധർവനാഗ യക്ഷ കിന്നരന്മാരുടെ അംഗമാർക്ക് സ്വാമിനിയായിത്തീരും. രാവണവചനം കേട്ട് അമർഷം കൊണ്ട സീത ഇടയിലൊരു പുൽക്കൊടിയിട്ട് താഴേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു: രാഘവാദ് ബിഭ്രതാനൂനം ഭിക്ഷുരൂപം ത്വയാധൃതം രഹിതേ രാഘവാഭ്യാം ത്വം ശുനീവ ഹവിരദ്വരേ ഹതവാനസി മാം നീജാ തത്ഫലം പ്രാപ്സ്യസേ ചിരാത് യദാ രാമശരാഘാത വിദാരിത വപുർഭവാൻ ജ്ഞാസ്യസേ മനുഷം രാമം ഗമിഷ്യസി യമാന്തികം സമുദ്രം ശോഷയിത്വാ വാ ശരൈർബദ്ധ്വാദവാരിധിം ഹന്തും ത്വാം സമരേ രാമോ ലക്ഷ്മണേന സമന്വിത ആഗമിഷ്യത്യസന്ദേഹോ ദക്ഷ്യസേ രാക്ഷസാധമാം. ഹേ നീജ, രാമനെ ഭയപ്പെട്ട് നീ ഭിക്ഷുവേഷം പൂണ്ട് രാമലക്ഷ്മണന്മാരില്ലാത്ത തക്ക നോക്കി യാഗത്തിൽ നിന്ന് പെൺപട്ടി ഹവിസ് എന്ന പോലെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെ എന്നെ നീ ഇവിടെ കൊണ്ടുവന്നു. അതിൻ്റെ ഫലം നിനക്ക് കിട്ടുമെന്ന് തീർച്ച. രാമബാണമേറ്റ് ശരീരം നുറുങ്ങി നീ മരണത്തിൻ്റെ പിടിയിൽ പെടുമ്പോൾ രാമനെ അമാനുഷനെന്ന് അറിഞ്ഞുകൊള്ളും. സമുദ്രം വറ്റിച്ചോ അല്ലെങ്കിൽ വാരിധി ബാണങ്ങളാൽ ബന്ധിച്ചോ നിന്നെ പോരിൽ നിഹനിക്കാൻ ലക്ഷ്മണനൊത്ത് രാമൻ വരും. സംശയമില്ല. രാക്ഷസാധമ, നിനക്കത് കാണാറാകും. താം സപുത്രം സഹബലം ഹത്വാനേഷ്യതി മാം പുരം ശ്രുത്വാ രക്ഷപതി ക്രുദ്ധോ ജാനക്യാ പരുഷാക്ഷരം വാക്യം ക്രോധസമാവിഷ്ട ഗഡ്ഗമുദ്യമ്യ സത്വരഃ ഹന്തും ജനകരാജസ്യ തനയാം താമ്രലോചനഃ. നിന്നെ നിന്റെ സന്താന സൈനിക സഹിതം വധിച്ച് എന്നെ അയോധ്യയിലേക്ക് കൊണ്ടുപോകും. സീതയുടെ പരിഹാസദ്യോതകമായ വാക്കുകൾ കേട്ട് രാക്ഷസാധിപൻ കലിതുള്ളി. കോപാവേശത്താൽ മിഴിതുടുത്ത അവൻ വാളുമോങ്ങി ജനകപുത്രിയെ വധിക്കുന്നതിനായി പാഞ്ഞടുത്തു. മന്ദോദരീ നിവാര്യാഹ പതിം പതിഹിതേരതാ ത്യജ്യൈനാം മാനുഷീം ദീനാം ദുഃഖിതാം കൃപണാം കൃശാം. ഭർതൃഹിതത്തിൽ തൽപരയായ മന്ദോദരി പ്രിയനെ വിലക്കി അറിയിച്ചു: അല്ലയോ പ്രിയതമാ, ദീനയും ദുഃഖിതയും അനാഥയും ക്ഷീണിതയുമായിരിക്കുന്ന ഈ മനുഷ്യസ്ത്രീയെ വിട്ടാലും ദേവഗന്ധർവനാഗാനാം ബാഹ്യസന്ധി വരാംഗനാ ത്വാമേവ പരയന്തുച്ചൈർ മദമത്ത വിലോചനാഹ. ദേവഗന്ധർവനാഗങ്ങളുടെ കൂട്ടത്തിൽ മധുരാക്ഷികളായ എത്രയോ സുന്ദരിമാരുണ്ട്. അവർ തികഞ്ഞ സ്നേഹത്തോടെ അങ്ങയെ തന്നെ ഭരിക്കുന്നുണ്ടല്ലോ. തതോ അബ്രവീദ് ദശഗ്രീവോ രാക്ഷസീർ വികൃതാനനാ യഥാമേവ ശകാസീത ഭവിഷ്യതി സകാമന തഥാ യദ്ധ്വം ദുരിതം തർജനാദരണാദിഭി. അതിനുശേഷം വികൃതമുഖികളായ രാക്ഷസിമാരോട് ദശാനൻ പറഞ്ഞു: എങ്ങനെയായാൽ സീത എന്നിൽ അനുരാഗവശയാകുമോ അങ്ങനെയുള്ള ഭീഷണി പ്രലോഭനാദികളാൽ വേഗം യത്നിക്കുവിൻ. ദ്വിമാസാഭ്യന്തരേ സീത യദി മേ വശകാ ഭവേ തദാ സർവസുഖോപേത
രാജ്യം ഭോഷ്യസിതാമയാ യതി മാസദ്വയാർദ്ധൂർധ്വം മശയ്യാം നാഭിനന്ദതി തദാ മേ പ്രാതരാശായ ഹത്വാ കുരുതമാനുഷീം. 2 മാസത്തിനകം സീത എനിക്ക് വശയാകുമെങ്കിൽ അന്നു മുതൽ അവൾ എന്നോടത്ത് സകല സുഖോപേതയായി രാജ്യം അനുഭവിക്കും. 2 മാസത്തിന് മേലും എന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അപ്പോൾ ഈ സ്ത്രീയെ കൊന്ന് എൻ്റെ പ്രഭാതഭക്ഷണം ഒരുക്കിക്കൊള്ളുക. ഇത്യുക്ത്വാ പ്രയയോ സ്ത്രീഭി രാവണാന്തപുരാലയം രാക്ഷസോ ജാനകീമെത്യ ഭിക്ഷയന്ത്യസ്വദർജനൈ തത്രൈകാ ജാനകീമാഹ യൗവനം ദേ വൃഥാഗതം രാവണേന സമാസാദ്യ സഫലം തു ഭവിഷ്യതി അപരാജാഹ കോപേന കിം വിളംബേന ജാനകി ഇദാനീം ചേദ്യതാമംഗം വിഭജ്യ പൃഥക് പൃഥക് അന്യാതു ഖഡ്ഗമുദ്യമ്യ ജാനകീം ഹന്തുമുദ്യത അന്യാ കരാളവദനാ വിദാര്യാസ്യം അഭീഷയത് ഏവം താം ഭീഷയന്തി സ്ഥാ രാക്ഷസീർ വികൃതാനന നിവാര്യത്ര ജടാവൃദ്ധ രാക്ഷസി വാക്യമബ്രവീത്. ഇങ്ങനെ പറഞ്ഞ ശേഷം രാവണൻ സ്ത്രീകളുമായി അന്തഃപുരത്തിലേക്ക് പോയി. രാക്ഷസിമാർ സീതയെ സമീപിച്ചു. അവരുടെ ഉപായങ്ങളാൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. അവരിലൊരുത്തി ജാനകിയോട് പറഞ്ഞു, നിന്റെ യൗവനം വെറുതെ പോയല്ലോ, രാവണനുമായി ചേർന്നാൽ അത് സഫലമായി തീരും. മറ്റൊരു സ്ത്രീ കോപത്തോടെ പറഞ്ഞു, അല്ലയോ ജാനകി, വിളംബം കൊണ്ട് എന്ത് ഫലം? ഇപ്പൊ തന്നെ അവയവം കഷ്ണം കഷ്ണമാക്കി മുറിക്കപ്പെടട്ടെ. വേറൊരുവൾ വാളുയർത്തി സീതയെ വെട്ടാനോങ്ങി. മറ്റൊരു കരാളമുഖി വായ തുറന്ന് ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ അവളെ ഭീഷണിപ്പെടുത്തുന്ന വികൃതമുഖികളായ രാക്ഷസിമാരെ വിലക്കിക്കൊണ്ട് വൃദ്ധരാക്ഷസിയായ ത്രിജട ഇപ്രകാരം പറഞ്ഞു, ശൃണുധ്വം ദുഷ്ടരാക്ഷസ്യോ മദ്വാക്യം വോഹിതം ഭവേത്. ഹേ ദുഷ്ടരാക്ഷസിമാരെ, എന്റെ വാക്കുകൾ കേൾക്കൂ, അതുകൊണ്ട് നിങ്ങൾക്ക് നന്മയുണ്ടാകും. നവീഷയധ്വം രുദതിം നമസ്കുരുത ജാനകീം ഇദാനീമേവ മേ സ്വപ്നേ രാമ കമലലോചന ആരൂഹ്യ ഐരാവതം ശുഭ്രം ലക്ഷ്മണേന സമാഗതഃ ദഗ്ധ്വാലങ്കപുരീം സർവാം ഹത്വാ രാവണമാഹവേ ആരോപ്യ ജാനകീം സ്വാംഗേ സ്ഥിതോ ദുഷ്ടോഗമൂർധനി രാവണോ ഗോമയ ഹൃദേ തൈലാഭ്യുക്തോ ദിഗംബര അഗാഹത് പുത്രപൗത്രൈശ്ച കൃത്വാ വദനമാലികാം വിഭീഷണസ്തു രാമസ്യ സന്നിധൗ ഹൃഷ്ടമാനസഃ സേവാം കരോതി രാമസ്യ പാദയോർഭക്തി സംയുതഃ സർവദാ രാവണം രാമോ ഹത്വാ സകുലമഞ്ജസ വിഭീഷണായാധിപത്യം ദത്വാ സീതാം ശുഭാനനാം അംഗേ നിധായ സ്വപുരീം ഗമിഷ്യതി ന സംശയഃ. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീതയെ നിങ്ങൾ ഭീഷണിപ്പെടുത്തരുത്, അവരെ നമസ്കരിക്കുവിൻ. ഇപ്പോൾ തന്നെ എൻ്റെ സ്വപ്നത്തിൽ സുന്ദരനായ രാമൻ വെളുത്ത ഐരാവതത്തിന്റെ പുറത്തു കയറി ലക്ഷ്മണനുമൊത്ത് ഇവിടെ എത്തി ലങ്കാപുരി ആകമാനം ദഹിപ്പിച്ച് രാവണനെ പോരിൽ വധിച്ച് സീതയെ തൻ്റെ മടിയിലേറ്റി ഗിരിശിഖരത്തിൽ സ്ഥിതി ചെയ്തു എന്ന് ഞാൻ സ്വപ്നം കണ്ടു. ദേഹമാകെ എണ്ണ പൂശിയ നൂൽബന്ധമില്ലാത്ത രാവണനാകട്ടെ പുത്രരും പൗത്രരുമൊത്ത് ചാണകക്കയത്തിൽ മുങ്ങി. രാമചരണത്തിൽ ഭക്തിയുള്ള വിഭീഷണനാകട്ടെ പ്രസന്നചിത്തനായി രാമനെ സേവിക്കുന്നതായും കണ്ടു. അതിനാൽ രാമൻ ഉടൻ തന്നെ രാവണനെ സകുലം സംഹരിച്ച് സർവദാ വിഭീഷണന് അധികാരവും നൽകി സുമുഖിയായ സീതയെ മടിയിലേറ്റി സ്വനഗരിയിലേക്ക് പോകും. തീർച്ച. ത്രിജടായാവജശ്രുത്വാ ഭീതാസ്താരാക്ഷസസ്ത്രിയ തൂഷ്ണീവാസം തത്ര തത്ര നിദ്രാവശമുപാഗതാഃ തർജിതാ രാക്ഷസീഭിഃ സീതാഭീതാദിവിഹ്വല ത്രാതാരം നാധിഗച്ഛന്തി ദുഃഖേന പരിമൂർച്ഛിത അശുഭിഃ പൂർണ്ണനയന ചിന്തയന്തീതമബ്രവീത് പ്രഭാതേ ഭക്ഷയിഷ്യന്തി രാക്ഷസ്യോ മാം ന സംശയഃ ഇദാനീം ഏവ മരണം കേനോപായേന മേ ഭവേത്. ത്രിജടയുടെ വാക്കുകൾ കേട്ട് രാക്ഷസിമാർ പേടിച്ചുപോയി. അവർ അവിടെ ഇവിടെ മിണ്ടാതിരുന്നിട്ട് പിന്നെ ഉറങ്ങുകയും ചെയ്തു. രാക്ഷസിമാരാൽ പീഡിതയായ സീത ഭീതയും
അതിപരവശയുമായി. രക്ഷിക്കാൻ ആരുമില്ലെന്ന് കണ്ട് ദുഃഖിതയായി കഴിഞ്ഞു. കരഞ്ഞുകൊണ്ട് സീത മൊഴിഞ്ഞു, രാക്ഷസിമാർ പ്രഭാതത്തിൽ എന്നെ ഭക്ഷിക്കും, സംശയമില്ല. ഏതുപായത്താൽ ഇപ്പോൾ തന്നെ എനിക്ക് മരണം ഭവിക്കും. ഏവം സുദുഃഖേന പരിപ്ലുതാസ വിമുക്തകണ്ഠം രുദതീശിരായ ആലംബ്യശാഖാം കൃതനിശ്ചയാമൃതൗ ന ജാനതി കിഞ്ചിതുപായമങ്കന. ഇങ്ങനെ മരണം വരിക്കാനുറച്ച സീതയ്ക്ക് ഉപായമൊന്നും തിരിയാത്ത കടും കഥനത്തിലാണ്ട അവസരത്തിൽ ആ അങ്കനാരത്നം ഒരു മരക്കൊമ്പ് താങ്ങിപ്പിടിച്ച് വാവിട്ട് കേണുകൊണ്ട് വളരെ നേരം കഴിഞ്ഞുകൂടി. ഏവം ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാണ്ഡേ ദ്വിതീയ സർഗഃ. സർഗം 3. സീതാദർശനം, ഹനുമൽ ബന്ധനം. ശ്രീമഹാദേവ ഉവാച ഉദ്ബന്ധനേന വാ മോക്ഷേ ശരീരം രാഘവം വിന ജീവിതേന ഫലം കിം സ്യാൻ മമ രക്ഷോധിമധ്യത ദീർഘാവേണീ മമാത്യർത്ഥമദ്ബന്ധായ ഭവിഷ്യതി ഏവം നിശ്ചിതബുദ്ധിം താം മരണായാത ജാനകീം വിലോക്യ ഹനുമാൻ കിഞ്ചിത് വിചാരൈതഭാഷത ശനൈ ശനൈ സൂക്ഷ്മരൂപോ ജാനക്യാ ശ്രോത്രകമ്പജ. കയറിൽ കെട്ടിത്തൂങ്ങിയായാലും രാഘവനെ പിരിഞ്ഞ ഈ ഉടൽ ഞാൻ വെടിയും. രാക്ഷസരുടെ നടുക്കുള്ള എൻ്റെ ഈ ജീവിതത്തിൽ എന്ത് ഫലമാണുണ്ടാവുക? എൻ്റെ അതിദീർഘമായ ഈ തലമുടി കെട്ടിത്തൂങ്ങാൻ യോജിച്ച കയറായിത്തീരട്ടെ. ഇങ്ങനെ ആ ജാനകി മരിക്കാൻ ദൃഢനിശ്ചയം ചെയ്തത് കണ്ട് സൂക്ഷ്മരൂപിയായ മാരുതി അല്പമൊന്ന് ആലോചിച്ചിട്ട് ജാനകി കേൾക്കുമാറ് മെല്ലെ മെല്ലെ പറഞ്ഞു തുടങ്ങി. ഇക്ഷ്വാകുവംശസംഭൂതോ രാജാ ദശരഥോ മഹാൻ അയോധ്യാധിപതിസ്തസ്യ ചത്വാരോ ലോകവിശ്രുതാഃ പുത്രാദേവ സമാ സർവേ ലക്ഷണൈരുപലക്ഷിതാഃ രാമശ്ച ലക്ഷ്മണശ്ചൈവ ഭരതശ്ചൈവ ശത്രുഘ്നാഃ. ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന മഹാരാജാവാണ് അയോധ്യാധിപതിയായ ദശരഥൻ. അദ്ദേഹത്തിന് ലോകമെങ്ങും പുകൾപെറ്റ 4 മക്കൾ: രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. എല്ലാവരും ദേവതുല്യരും ലക്ഷണമൊത്തവരുമാണ്. ജ്യേഷ്ഠോ രാമപിതൃവാക്യാത് ദണ്ഡകാരണ്യമാഗതഃ ലക്ഷ്മണേന സഹ ഭ്രാതഃ സീതയാ ഭാര്യയാ സഹ ഉവാസ ഗൗതമീതീരെ പഞ്ചവട്യാം മഹാമനാഃ തത്ര നീതാ മഹാഭാഗാ സീതാ ജനകനന്ദിനി രഹിതേ രാമചന്ദ്രേണ രാവണേന ദുരാത്മനാ തതോ രാമോതി ദുഃഖാർത്ഥോ മാർഗമാണോധ ജാനകീം ജടായുഷം ഭക്ഷിരാജം അവശ്യത്വദിതം ഭുവി തസ്മൈ ദത്വാ ദിവം ശീഘ്രം ഋഷ്യമൂകം ഉപാമഗത്. ജ്യേഷ്ഠനായ രാമൻ അച്ഛൻ്റെ വാക്കുകൾ അനുസരിച്ച് ദണ്ഡകവനത്തിലേക്ക് വന്നു. ആ മഹാമനസ്കൻ സഹോദരനായ ലക്ഷ്മണനോടും ഭാര്യയായ സീതയുമൊത്ത് ഗൗതമീ തീരത്ത് പഞ്ചവടിയിൽ വസിച്ചു. അവിടെ രാമനില്ലാത്തപ്പോൾ മഹാഭാഗയും ജനകപുത്രിയുമായ സീത ദുഷ്ടനായ രാവണനാൽ അപഹൃതയായി. അനന്തരം അതിദുഃഖിതനായ രാമൻ ജാനകിയെ തേടി നടക്കവേ ഭൂമിയിൽ വീണുകിടന്ന പക്ഷിരാജാവായ ജടായുവിനെ കണ്ടു. അവന് സ്വർഗം നൽകിയിട്ട് പിന്നെ പെട്ടെന്ന് ഋഷ്യമൂകത്തിലെത്തി. സുഗ്രീവേണ കൃതാ മൈത്രീ രാമസ്യ വിദിതാത്മന തദ്ഭാര്യാഹാരിണം ഹത്വാ ബാലിനം രഘുനന്ദന രാജ്യേഭിഷിജ്യ സുഗ്രീവം മിത്രകാര്യം ചകാരസ സുഗ്രീവസ്തു സമാനായ വാനരാൻ വാനരപ്രഭു പ്രേഷയാമാസ പരിതോ വാനരാൻ പരിമാർഗണേ സീതായാസ്തത്ര ജൈകോഹം സുഗ്രീവസയോ ഹരി സമ്പാദിവചനാശിഖ്രമുല്ലംഘ്യ ശതയോജനം സമുദ്രം നഗരീം ലങ്കാം വിജിന്വജാനകീം ശുഭാം ശനൈരശോകവനികാം വിജിന്വൻ ശിംശപാതരും അദ്രാക്ഷം ജാനകീമത്ര ശോചന്തിം ദുഃഖസംപ്ലുതാം രാമസ്യ മഹിഷീം ദേവീം കൃതകൃത്യോഹമാഗത ഇത്യുക്തോ പരരാമാഥ
മാരുതിർ ബുദ്ധിമത്തര. ആത്മജ്ഞാനിയായ രാമന് സുഗ്രീവനുമായി സഖ്യം സ്ഥാപിതമായി. സുഗ്രീവപത്നിയെ അപഹരിച്ച ബാലിയെ കൊന്ന് ആ രഘുനന്ദനൻ സുഗ്രീവനെ നാട്ടിൽ അഭിഷേചിച്ച് മിത്രകാര്യം നിറവേറ്റി. വാനരാധിപനായ സുഗ്രീവനാകട്ടെ വാനരവീരന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് സീതാദേവിയെ തേടാൻ 4 പാടും അയച്ചു. അതിലൊരുവനാണ് ഞാൻ. സുഗ്രീവ സജീവനായ വാനരൻ സമ്പാദിയുടെ വചനപ്രകാരം 100 യോജന വിസ്തൃതിയിലുള്ള കടൽ കടന്ന് ലങ്കാനഗരത്തിലെത്തി. ശുഭചരിതയായ ജാനകിയെ അന്വേഷിച്ച് അശോകവനികയിൽ മെല്ലെ മെല്ലെ തിരയുമ്പോൾ ഈ ശിംശപാമരം കണ്ടു. അവിടെ ദുഃഖിച്ചു കഴിയുന്ന രാമഭഗ്നിയായ ജാനകി ദേവിയെ കാണാനും ഇടയായി. ഇവിടെ എത്തിച്ചേർന്ന ഞാൻ കൃതകൃത്യനാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം മതിമാന്മാരിൽ മുമ്പനായ മാരുതി മൗനമായിരുന്നു. സീതാക്രമേണ തൽസർവം ശ്രുത്വാ വിസ്മയമായയൗ കിമിതം മേ ശ്രുതം വ്യോമിനി വായുനാ സമുദീരിതം സ്വപ്നോ വാ മേ മനോഭ്രാന്തിർ യദി വാ സത്യമേവ തത് നിദ്രാമേ നാസ്തി ദുഃഖേന ജാനാം ഏതത് കുതോ ഭ്രമ യേന മേ കർണപീയൂഷം വചനം സമുദീരിതം സദൃശ്യതാം മഹാഭാഗ പ്രിയവാദീ മമാഗ്രതഃ ശ്രുത്വാ തജ്ജാനകീ വാക്യം ഹനുമാൻ പത്രഖണ്ഡത അവതീര്യ ശനൈ സീതാപുരത സമവസ്ഥിതഃ. ക്രമത്താൽ ഹനുമാൻ പറഞ്ഞതെല്ലാം കേട്ട് സീത വിസ്മൃതിയായി. ഞാൻ ഈ കേട്ടത് ആകാശത്തു നിന്നാണോ അതോ വായുവിൽ നിന്ന് കേട്ടതാണോ? ഇത് സ്വപ്നമാണോ, മതിഭ്രമമാണോ, അഥവാ അത് നേര് തന്നെയോ? ദുഃഖം കൊണ്ട് എനിക്ക് ഉറക്കമില്ലല്ലോ. അതുകൊണ്ട് സ്വപ്നമല്ല. കേട്ടത് അറിയാവുന്നതായതിനാൽ എങ്ങനെ ഭ്രമമാകും? എൻ്റെ കാതിന് അമൃതതുല്യമായ വാക്കുകൾ പറഞ്ഞ ആ പ്രിയഭാഷിയായ പൂജനീയൻ എൻ്റെ മുമ്പിൽ കാണപ്പെടട്ടെ. ഇത് കേട്ട് മെല്ലെ മാരുതി ഇലച്ചിലകൾക്കിടയിൽ നിന്ന് ഇറങ്ങി സീതയുടെ മുമ്പിൽ വന്നു നിന്നു. കലവിംഗ പ്രമാണാംഗോ രക്താസ്യ പീതവാനര നനാമശനകൈ സീതാം പ്രാഞ്ജലി പുരതസ്ഥിത. കുരുവിയെപ്പോലെ ചെറിയ രൂപവും ചുവന്ന മുഖവുമുള്ള ആ മഞ്ഞ കുരങ്ങൻ മെല്ലെ സീതയെ വണങ്ങിയിട്ട് കൈകൂപ്പി മുമ്പിൽ നിന്നു. ദൃഷ്ട്വാ തം ജാനകീ ഭീത രാവണോയമുപാഗത മാം മോഹയിതുമായാതോ മായയാ വാനരാകൃതി ഇത്യേവം ചിന്തയിത്വാ സാ തൂഷ്ണീമാസീതതോ മുഖീ പുനരപ്യാഹതാം സീതാം ദേവീയത്വം വിശങ്കസേ നാഹം യഥാവിധോ മാത ത്യജശങ്കാം മയി സ്ഥിതാം ദാസോഹം കോസലേന്ദ്രസ്യ രാമസ്യ പരമാത്മനഃ സജീവോഹം ഹരീന്ദ്രസ്യ സുഗ്രീവസ്യ ശുഭപ്രദേ വായോ പുത്രോ അഹമഖില പ്രാണഭൂതസ്യ ശോഭനേ. അവനെ കണ്ടപ്പോൾ ഈ വന്നത് രാവണനാണ്. മായയാൽ വാനരാകൃതിയായി എൻ്റെ പ്രീതി പിടിച്ചുപറ്റാൻ വന്നിരിക്കുകയാണ് എന്ന് നനച്ച് സീത നടുങ്ങി. ഇങ്ങനെ ചിന്തിച്ച് സീത മുഖം കുനിച്ച് മിണ്ടാതിരുന്നു. പിന്നെയും സീതയോട് മാരുതി പറഞ്ഞു, അല്ലയോ ദേവി, ഞാൻ അങ്ങ് ആശങ്കിക്കുന്ന വിധത്തിലുള്ളവനല്ല. അല്ലയോ അമ്മേ, എന്നിലുള്ള ശങ്ക വെടിഞ്ഞാലും ഞാൻ കോസലപതിയായ ശ്രീരാമ പരമാത്മാവിൻ്റെ ദാസനാണ്. കപീന്ദ്രനായ സുഗ്രീവന്റെ മന്ത്രിയുമാണ് ഞാൻ. എല്ലാ ജീവികൾക്കും പ്രാണനായ വായുവിൻ്റെ മകനുമാണ് ഞാൻ. തച്ഛ്രുത്വാ ജാനകീ പ്രാഹ ഹനുമന്തം കൃതാഞ്ജലിം വാനരാണാം മനുഷ്യാണാം സംഗതിർഘടദേഗതം യഥാ ത്വം രാമചന്ദ്രസ്യ ദാസോഹം ഇതി ഭാഷതേ തമാഹമാരുതി പ്രീതോ ജാനകീം പുരതസ്ഥിത. അത് കേട്ട് ജാനകി തൊഴുതു നിന്ന് മാരുതിയോട് ചോദിച്ചു, നീ പറയുന്നത് രാമചന്ദ്രന്റെ ദാസനാണ് ഞാനെന്നാണല്ലോ. പക്ഷേ കവികൾക്കും മനുഷ്യർക്കും തമ്മിൽ ചേർച്ച എങ്ങനെയാണ് സാധ്യതമാവുക? മുമ്പിൽ നിന്ന മാരുതി പ്രീതനായി ജാനകിയോട് പറഞ്ഞു, ഇർഷ്യമൂകമഗാദ്രാമ ശബര്യാനോദിതസുധി സുഗ്രീവോ ഇർഷ്യമൂകസ്ഥോ ദൃഷ്ടവാൻ രാമലക്ഷ്മണോ ഭീതോ മാം പ്രേഷയാമാസ ജ്ഞാതും രാമസ്യ ഹൃദ്ഗതം ബ്രഹ്മചാരിവൃധൃത്വാ ഗതോഹം രാമസന്നിധിം ജ്ഞാത്വാ രാമസ്യ സദ്ഭാവം സ്കന്ദോപരിനിധായ തൗ
നീത്വാ സുഗ്രീവ സാമീപ്യം സഖ്യം ജാഗരവം തയോ സുഗ്രീവസ്യ ഹൃദാ ഭാര്യ ബാലിനാഥം രഘൂത്തമ ജഘാനൈകേന ബാണേന തതോ രാജ്യേ വിഷയജയത് സുഗ്രീവം വാനരാണാം സപ്രേഷയാമാസ വാനരാൻ ദിഗ്ഭ്യോ മഹാബലാൻ വീരാൻ ഭവത്യാ പരിമാർഗണേ. ശബരി പറഞ്ഞതനുസരിച്ചാണ് ബുദ്ധിമാനായ രാമൻ ഋഷ്യമുഖാചലത്തിലെത്തിയത്. അവിടെ വസിച്ചിരുന്ന സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ കണ്ടു. ഭീതനായ അദ്ദേഹം രാമന്റെ മനോഗതം അറിയുവാൻ എന്നെ നിയോഗിച്ചു. ഞാൻ ഒരു ബ്രഹ്മചാരി വേഷം ധരിച്ച് ശ്രീരാമന്റെ അരികിലെത്തി. രാമന്റെ സതുദ്ദേശം അറിഞ്ഞപ്പോൾ രാമലക്ഷ്മണന്മാരെ തോളിലേറ്റിയിട്ട് സുഗ്രീവന്റെ സമീപത്ത് എത്തിക്കുകയും ചെയ്തു. അവരെ തമ്മിൽ സഖ്യം ചെയ്യിച്ചു. സുഗ്രീവന്റെ ഭാര്യയെ ബാലി അപഹരിച്ചിരുന്നു. ബാലിയെ ശ്രീരാമൻ ഒരൊറ്റ ബാണം കൊണ്ടാണ് കൊന്നത്. സുഗ്രീവനെ വാനരന്മാരുടെ രാജാവായി വാഴിക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹം ഭവതിയെ തേടി നാനാദിക്കിലേക്കും മഹാശക്തരായ കവികളെ അയച്ചു. ഗച്ഛന്തം രാഘവോ ദൃഷ്ട്വാ മാമഭാഷത സാദരം ത്വയി കാര്യമശേഷം മേ സ്ഥിതം മാരുതനന്ദന ബ്രൂഹി മേ കുശലം സർവം സീതായൈ ലക്ഷ്മണസ്യ ച അങ്കുലീയകമേതന്മേ പരിജ്ഞാനാർത്ഥമുത്തമം സീതായൈ ദീയതാം സാധു മന്നാമാക്ഷരമുദ്രിതം ഇത്യുക്ത്വാ പ്രദദൗ മഹ്യം കരാഗ്രാദങ്കുലീയകം പ്രയത്നേന മയാണീതം ദേവി പശ്യ അങ്കുലീയകം. ഇത്യുക്ത്വാ പ്രദദൗ ദേവ്യൈ മുദ്രികാം മാരുതാത്മജ നമസ്കൃത്യ സ്ഥിതോ ധൂരാത് ബദ്ധാഞ്ജലിപുടോ ഹരി. ഞാൻ യാത്ര ആരംഭിച്ചപ്പോ രാമൻ എന്നോട് പറഞ്ഞു, അല്ലയോ വായുപുത്ര, എന്റെ കാര്യം അശേഷം നിന്നിലാണ് നിലകൊള്ളുന്നത്. എന്റെയും ലക്ഷ്മണന്റെയും കുശലമെല്ലാം സീതയെ അറിയിക്കുക. എന്റെ നാമാക്ഷരം കൊത്തിയ ഈ ഉത്തമ മോതിരം നിന്നെ നന്നായി അറിയാനുതകുമാറ് സീതയ്ക്ക് നൽകണം. ഇങ്ങനെ ചൊല്ലിയിട്ട് മോതിരം കൈവിരലിൽ നിന്ന് ഊരി എന്നെ ഏൽപ്പിച്ചു. അല്ലയോ ദേവി, സൂക്ഷ്മതയോടെ ഞാൻ കൊണ്ടുവന്ന ആ മോതിരം കണ്ടാലും. മാരുതി ഇങ്ങനെ പറഞ്ഞ് അങ്കുലീയകം സമർപ്പിച്ച് കാണുവണങ്ങിയിട്ട് തൊഴുത് അകലെ നിൽപ്പായി. ദൃഷ്ട്വാ സീതാ പ്രമുദിത രാമനാമാങ്കിതം തദാ മുദ്രികാം ശിരസാ ധൃത്വാ സ്രവദാനന്ദനേത്രജ കപേ മേ പ്രാണദാത ത്വം ബുദ്ധിമാനസി രാഘവേ ഭക്തോസി പ്രിയകാരീത്വം വിശ്വാസോക്തി തവൈവ ഹി നോചേത് മത്സന്നിധിം ജാന്യം പുരുഷം പ്രേഷയേത് കഥം ഹനൂമൻ ദൃഷ്ടമഖിലം മമ ദുഃഖാധികം ത്വയാ. രാമനാമം രേഖപ്പെടുത്തിയ മോതിരം കണ്ട് സീതയപ്പോൾ വളരെ സന്തോഷിച്ചു. മോതിരം നെറുകയിൽ വെച്ച് കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങി, അല്ലയോ കവിവര, നീ എനിക്ക് ജീവൻ തന്നവനാണ്. ബുദ്ധിമാനും രാമഭക്തനും പ്രിയങ്കരനുമാണ് നീ. നിന്നിലേ അദ്ദേഹത്തിന് വിശ്വാസമുള്ളൂ. എന്റെ ദുഃഖങ്ങളെല്ലാം നീ കണ്ടുവല്ലോ. സർവം കഥയ രാമായ യഥാമേ ജായതേദയാ മാസദ്വയാവധി പ്രാണ സ്ഥാസ്യന്തി മമ സത്തമ നാഗമിഷ്യതി ചേദ്രാമോ ഭക്ഷയിഷ്യതി മാം ഖല. അതശീഘ്രം കവീന്ദ്രേണ സുഗ്രീവേണ സമന്വിത വാനരാനീകവൈസാർദ്ധം ഹത്വാ രാവണമാഹവേ സപുത്രം സബലം രാമോ യദി മാം മോചയേത് പ്രഭു തത്തസ്യ സദൃശം വീര്യം വീരവർണ്ണയവർണ്ണിതം യഥാ മാം താരയേദ് രാമോ ഹത്വാ ശീഘ്രം ദശാനനം തഥാ യദസ്വ ഹനുമാൻ വജാ ധർമ്മമവാപ്നുഹി. എന്റെ നേരെ ദേ തോന്നത്തക്ക വിധം എല്ലാം രാമനോട് പറയുക. സത്തുക്കളിൽ ശ്രേഷ്ഠനായുള്ളവനെ, എന്റെ പ്രാണൻ ഇനി 2 മാസമേ നിലനിൽക്കൂ. അതിനകം രാമൻ വന്നില്ലെങ്കിൽ ദുഷ്ടൻ എന്നെ ഭക്ഷിക്കും. അതിനാൽ കവീന്ദ്രനായ സുഗ്രീവനോടും വാനര സേനാപതികളുമൊത്ത് ശീഘ്രമെത്തി സൈനികപുത്രസഹിതനായ രാവണനെ പോരിൽ കൊന്ന് ഭഗവാൻ രാമൻ എന്നെ മോചിപ്പിക്കുമെങ്കിൽ അല്ലയോ വീര, അദ്ദേഹത്തിന്റെ ആ ധീരത സദൃശവും സൗചിതവുമെന്ന് എല്ലാവരും പുകഴ്ത്തും. അല്ലയോ ഹനുമാൻ, എങ്ങനെയായാൽ ശീഘ്രം രാവണനെ വധിച്ച് രാമൻ എന്നെ വീണ്ടെടുക്കുമോ
അവിധം യജ്ഞിക്കുക. ഹനുമാനപിതാമഹ ദേവീ ദൃഷ്ടോ യഥാമയാ രാമലക്ഷ്മണ ശീഘ്രം ആഗമിഷ്യതി സായുധ സുഗ്രീവേണ സസൈന്യേന ഹത്വാ ദശമുഖം ബലാത് സമാന്യേഷതി ദേവീ ത്വാം അയോധ്യാം നാത്ര സംശയഃ തമാഹ ജാനകീ രാമ കഥം വാരിതിമാതരം തീർത്ഥായാ സത്യമേ ആത്മാ വാനരാനീകപൈസഃ ഹനുമാനാഹമേ സ്കന്ധാവാരൂഹ്യ പുരുഷർഷഭൗ ആയാസ്യത സ്വസൈന്യശ്ച സുഗ്രീവോ വാനരേശ്വരഃ വിഹായ സാക്ഷണേനൈവ തീർത്ഥാ വാരിതിമാതരം നിർദഹിഷ്യതി രക്ഷൗഖാം സ്ത്വത്കൃതേ നാത്ര സംശയഃ. ഹനുമാൻ ദേവിയോട് പറഞ്ഞു, ലക്ഷ്മണസമേതനായ രാമൻ എപ്പോഴാണോ എന്നെ കാണപ്പെടുന്നത് അപ്പോൾ സേനാസഹിതനായ സുഗ്രീവനുമൊത്ത് സായുധനായി വന്നു ചേരും. രാവണനെ ബലത്താൽ സംഹരിച്ച് അങ്ങയെ അയോധ്യയിലേക്ക് കൊണ്ടുപോകും, ഇതിൽ സംശയമില്ല. ഇങ്ങനെ പറയുന്ന ഹനുമാനോട് ജാനകി ചോദിച്ചു, രാമൻ വാനരപ്പട നായകരുത്ത് വിസ്തൃതമായ വാരിധി താണ്ടി എങ്ങനെ എത്തിച്ചേരും? ഹനുമാൻ മറുപടി പറഞ്ഞു, എൻ്റെ തോളിലേറിയാണ് ആ നരവരരിരുവരും വരുന്നത്. സേനാസമേതനായ വാനരാധിപൻ സുഗ്രീവനും ക്ഷണം കൊണ്ട് തന്നെ വിശാലമായ ജലധി ഗഗനമാർഗം കടന്നു വന്ന് അവിടത്തേക്കായി രാക്ഷസ പക്ഷികളെ ചുട്ടരിക്കും, അതിൽ ഒരു സന്ദേഹവുമില്ല. അനുജ്ഞാം ദേഹി മേ ദേവി ഗച്ഛാമി ത്വരയാണ്വിതഃ ദ്രഷ്ടും രാമം സഹഭ്രാത ത്വരയാമി തവാന്തികം ദേവീ കിഞ്ചിദഭിജ്ഞാനം ദേഹി മേ യേന രാഘവ വിശ്വസ്യംനാം പ്രയത്നേന തതോ ഗന്ധാ സമുത്സുക തത കിഞ്ചിത് വിചാര്യാഥ സീതാ കമലലോചന വിമുച്യ കേശപാശാന്തേ സ്ഥിതാം ചൂഢാമണിം ദദൗ അനേന വിശ്വസേത് രാമ ത്വാം കപീന്ദ്ര സലക്ഷ്മണഃ. അല്ലയോ ദേവി, വിടതന്നാലും അനുജനോടൊത്ത് രാമനെ കാണാൻ അതിവേഗം ഞാൻ പോകട്ടെ. പിന്നീട് അവിടുത്തെ സന്നിധി ദർശിപ്പാനും എനിക്ക് ധൃതിയുണ്ട്. അല്ലയോ ദേവി, രാഘവൻ എന്നെ വിശ്വസിക്കുമാറ് എന്തെങ്കിലും ഒരടയാളം കൂടി എനിക്ക് തരുമാറാകണം. ഇങ്ങനെ പറയുന്ന ഹനുമാന് മുടിയിൽ ചൂടിയിരുന്ന ചൂടാമണി എടുത്തുകൊടുത്തു. കവീന്ദ്ര, ഇതിനാൽ ലക്ഷ്മണസമേതനായ രാമൻ നിന്നെ വിശ്വസിച്ചുകൊള്ളും. അവിജ്ഞാനാർത്ഥമന്യച്ഛ വദാമി തവ സുവ്രത ചിത്രകൂടഗിരൗ പൂർവം ഏകദാ രഹസി സ്ഥിത മതംഗേശിര ആദായ നിദ്രാതി രഘുനന്ദന ഐന്ദ്രകാകസ്തുതാഗത്യ നഗൈസ്തുണ്ടേന ജാസകൃത മത്പാദാങ്കുഷ്ടമാരക്തം വിദധാരാമിഷാശയ തതോ രാമപ്രബുദ്ധ്യാദ ദൃഷ്ട്വാ പാദം കൃതവ്രണം കേന ഭദ്രേ കൃതം ചെയ്തത് വിപ്രിയം മേ ദുരാത്മന ഇത്യുക്ത്വാ പുരതോ പശ്യത് വായസം മാം പുനഃ പുനഃ അഭിദ്രവന്തം രക്താക്ത നഖതുണ്ടം ചുകോപഃ തൃണമേകമുപാദായ ദിവ്യാസ്ത്രേണാഭിയോജ്യതത് ചിക്ഷേപലീലയാ രാമോ വായസോപരിതജ്വലത് അഭ്യദ്രവദ്വായസസ്യ ഭീതോ ലോകാൻ ഭ്രമൻ പുനഃ ഇന്ദ്രബ്രഹ്മാദിഭിശ്ചാപി ന ശക്യോ രക്ഷിതും തഥാ രാമസ്യ പാദയോരഗ്രേ പദദ്ഭിധ്യാദയാനിധേ ശരണാഗതമാലോക്യ രാമസ്തം ഇതമബ്രവീത് അമോഘമേതദസ്ത്രം മേ ദത്വാക്ഷമിതോ വ്രജ സവ്യം ദത്വാഗതകാക ഏവം പൗരുഷവാനവി ഉപേക്ഷതേ കിമർത്ഥം മാം ഇദാനീം സോവിരാഘവ ഹനുമാനപിതാമഹ ശ്രുത്വാ സീതാനുഭാഷിതം ദേവി ത്വാം യദി ജാനാതി സ്ഥിതാമത്ര രഘൂത്തമ കരിഷ്യതി ക്ഷണാത് ഭസ്മ ലങ്കാം രാക്ഷസമണ്ഡിതാം. അല്ലയോ പരിശുദ്ധ, അടയാളത്തിന് മറ്റൊന്നുകൂടി നിന്നോട് പറയാം. മുമ്പൊരിക്കൽ ചിത്രകൂടഗിരിയിൽ ഏകാന്തതയിൽ കഴിഞ്ഞ രാമൻ എൻ്റെ മടിയിൽ തലവെച്ചുറങ്ങി. അപ്പോൾ ഇന്ദ്രപുത്രനായ ജയന്തൻ കാക്കയായി വന്ന് എൻ്റെ മനോഹരമായ കാൽ പെരുവിരൽ ഇറച്ചിക്കൊതികൊണ്ട് നഖവും ചുണ്ടും കൊണ്ട് പല ഒരു കൊത്തിക്കേറി. രാമൻ ഉണർന്ന്
മുറിപ്പെടുത്തിയ പാദം കണ്ട്, ഭദ്രേ, ഏത് ദുഷ്ടനാണ് നിനക്ക് അനിഷ്ടമായി കടുംകൈ ചെയ്തത് എന്ന് ചോദിച്ചു. എൻ്റെ നേരെ വീണ്ടും വീണ്ടും പാഞ്ഞെടുക്കുന്ന ചോരപുരണ്ട നഖവും ചുണ്ടുമുള്ള കാക്കയെ മുന്നിൽ കണ്ട് കോപാകുലനായ രാമൻ ഒരു പുൽക്കൊടിയെടുത്ത് അത് ദിവ്യാസ്ത്രത്തോട് യോജിപ്പിച്ച് വിനോദാർത്ഥമായി കാക്കയ്ക്ക് നേരെ അയച്ചു. ജ്വലിക്കുന്ന അത് പാഞ്ഞെത്തി. അപ്പോൾ ഭീതനായ കാക്ക എല്ലാ ലോകങ്ങളിലും പലവുരി ചുറ്റി. ഇന്ദ്രബ്രഹ്മാദികളാൽ പോലും രക്ഷിപ്പാനാകാത്ത നിലയിലായി. അപ്പോൾ ഭീതിയോടെ ദയാനിധിയായ രാമന്റെ കാൽക്കൽ വന്ന് പതിച്ചു. ശരണാഗതനായ അവനെ തൃക്കൺ പാർത്ത് രാമൻ പറഞ്ഞു, എൻ്റെ ഈ അമ്പ് വൃഥാ പോകുന്നതല്ല. ഒരു കണ്ണ് ലക്ഷ്യമായി നൽകിയിട്ട് നീ ഇവിടം വിട്ടു പോയിക്കൊള്ളുക. അങ്ങനെ ഇടത് മിഴി കൊടുത്ത് കാക്ക സ്ഥലം വിട്ടു. ഇത്ര പൗരുഷശാലി ആയിട്ടും എന്തുകൊണ്ടാണ് ആ രാഘവൻ എന്നെ ഇപ്പോൾ തള്ളിക്കളയുന്നത്? സീതയുടെ മൊഴി കേട്ട് ഹനുമാൻ അവളോട് പറഞ്ഞു, അല്ലയോ ദേവി, അങ്ങ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ രാക്ഷസർ തിങ്ങുന്ന ഈ ലങ്കയെ രഘുവരൻ ക്ഷണത്തിൽ ഭസ്മീകരിക്കും. ജാനകീ പ്രാഹതം വത്സ കഥം ത്വം യോത്സ്യസേ അസുരൈ അതിസൂക്ഷ്മവപു സർവേ വാനരശ്ച ഭവാദൃശ. ജാനകി അവനോട് ചോദിച്ചു, അല്ലയോ കുഞ്ഞെ, നീ തീരെ ലോല ശരീരനാണല്ലോ. ഇങ്ങനെ അസുരരോട് എങ്ങനെയാണ് അടരാടുക? എല്ലാ വാനരരും നിന്നെപ്പോലെ ആയിരിക്കുമല്ലോ. ശ്രുത്വാ തദ്വചനം ദേവി പൂർവരൂപമദർശയത് മേരുമന്തര സംഘാശം രക്ഷോഗണ വിഭീഷണം ദൃഷ്ട്വാ സീതാ ഹനുമന്തം മഹാപർവതസന്നിഭം ഹർഷേണ മഹതാവിഷ്ട പ്രാഹതം കപികുഞ്ചരം. ആ വാക്ക് കേട്ടപ്പോൾ മാരുതി തൻ്റെ പൂർവ്വരൂപം ദേവിക്ക് കാട്ടിക്കൊടുത്തു. മേരുമന്തരഗിരികൾക്ക് തുല്യനും രാക്ഷസഗണങ്ങളെ ഭയപ്പെടുത്തുന്നവനും മഹാപർവ്വത സദൃശനുമായ ഹനുമാനെ കണ്ട് വലിയ ആഹ്ലാദത്താൽ ആവേശം പൂണ്ട സീത ആ കപിവരനോട് പറഞ്ഞു, സമർത്ഥോസി മഹാസത്വ രക്ഷന്തിത്വം മഹാബലം രാക്ഷസ്യസ്തേ ശുഭപന്ഥ ഗച്ഛ രാമാന്തികം ദ്രുതം ബുഭുക്ഷിത കപിപ്രാഹ ദർശനാത് പാരണം മമ ഭവിഷ്യതി ഫലൈ സർവൈ തവ ദൃഷ്ടൗ സ്ഥിതൈർഹിമേ. തികഞ്ഞ കരുത്തുറ്റവനെ, നീ സമർത്ഥനാണ്. ഇനി ഇവിടെ നിന്നാൽ പ്രബലനായ നിന്നെ രാക്ഷസികൾ കണ്ടേക്കാം. പെട്ടെന്ന് രാമന്റെ സമീപത്തെത്തുക. നിന്റെ മാർഗം ശോഭനമാകട്ടെ. വിശന്നു വലഞ്ഞ കവി പറഞ്ഞു, ഭവതിയെ ദർശിച്ചു കഴിഞ്ഞതിനാൽ അവിടുത്തെ കൺമുമ്പിൽ നിൽക്കുന്ന ഈ പഴങ്ങളെല്ലാം എനിക്കിനി പാരണമായി ഭവിക്കട്ടെ. തദയോദുക്തസാ ജാനക്യ ഭക്ഷയിത്വാ ഫലം കപി തദ പ്രസ്താപിതോ ഗച്ഛ ജാനകീം പ്രണിപത്യസ കിഞ്ചിത് ദൂരമതോ ഗത്വാ സ്വാത്മന്യേവാന്വചിന്തയത് കാര്യാർത്ഥമാഗതോ ദൂത സ്വാമികാര്യാവിരോധതഃ അന്യത് കിഞ്ചിത് സമ്പാദ്യ ഗച്ഛത്യധമയേവ സ അദോഹം കിഞ്ചിദന്യശ്ച കൃത്വാ ദൃഷ്ട്വാധ രാവണം സംഭാഷിച്ച തതോ രാമദർശനാർത്ഥം വ്രജാമ്യഹം ഇതി നിശ്ചിത്യ മനസാ വൃക്ഷഖണ്ഡാൻ മഹാബല ഉത്പാട്യ അശോകവനിക നിർവൃക്ഷാം അകരോക്ഷണാത്. ഫലങ്ങളെല്ലാം ഭുജിച്ച ശേഷം കവി ജാനകിയെ പ്രണമിച്ച് അവിടെ നിന്ന് നടകൊണ്ടു. പിന്നെ തെല്ലുദൂരം ചെന്നപ്പോ തൻ്റെ ഉള്ളിൽ ഇപ്രകാരം ചിന്തിച്ചു, ഒരു കാര്യത്തിനായി വരുന്ന ദൂതൻ സ്വാമികാര്യത്തിന് അനുരോധമാം വണ്ണം മറ്റൊരു കാര്യം കൂടെ സാധിക്കാതങ്ങ് പോയാൽ അവനൊരു അധമൻ തന്നെ ആയിരിക്കും. അതിനാൽ ഞാൻ മറ്റെന്തെങ്കിലും കൂടെ ചെയ്ത് രാവണനെ കണ്ട് സംഭാഷണവും നടത്തിയതിനു ശേഷം രാമദർശനത്തിനായി പോവുക തന്നെ. ഇങ്ങനെ നിശ്ചയിച്ച് ആ മഹാബലവാൻ അവിടെ നിന്ന വൃക്ഷങ്ങളെല്ലാം കടപുഴക്കിയിട്ടു. ഞൊടിയിടയിൽ അശോകവനിക വൃക്ഷശൂന്യമാക്കി. സീതാശ്രയനകം ത്യക്ത്വാ വനം ശൂന്യം ജഗാരസ ഉത്പാടയന്തം വിപിനം ദൃഷ്ട്വാ രാക്ഷസയോഷിത അപൃച്ഛൻ ജാനകീം കോസൗ വാനരാകൃതിർ ഉദ്ഭട. സീതയ്ക്ക് ആശ്രയമായ മരമൊഴിച്ച് ആ ഉപവനമെല്ലാം അവൻ ശൂന്യമാക്കി. വനം തകർക്കുന്ന അവനെ കണ്ടപ്പോ രാക്ഷസിമാർ സീതയോട് ആരാഞ്ഞു, ഈ വാനരരൂപിയായ ഉദ്ദണ്ഡൻ ആരാണാവോ? ജാനകി ഉവാച
ഭവത്യേവ ജാനന്തി മായാം രാക്ഷസ നിർമ്മിതാം നാഹമേനം വിജാനാമി ദുഃഖശോകസമാകുല ഇത്യുക്താസ്ത്വരിതം ഗത്വാ രാക്ഷസ്യോ ഭയപീഡിത ഹനുമതാകൃതം സർവം രാവണായ നിവേദയൻ. ജാനകി പറഞ്ഞു, രാക്ഷസ നിർമ്മിതമായ മായ നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. ദുഃഖം കൊണ്ട് ഉഴലുന്ന എനിക്ക് ഇവനെ അറിഞ്ഞുകൂടാ. ഇങ്ങനെ സീത പറഞ്ഞപ്പോൾ രാക്ഷസിമാർ ഭയന്ന് നടുങ്ങി പെട്ടെന്ന് ചെന്ന് ഹനുമാൻ ചെയ്ത കാര്യമെല്ലാം രാവണനെ അറിയിച്ചു. ദേവഗച്ഛൻ മഹാസത്വോ വാനരാകൃതി ദേഹഭൃത് സീതയാ സഹ സംഭാഷ്യ അശോകാവനികാംക്ഷണാത് ഉത്പാട്യ ചൈതപ്രാസാദം ഭവഞ്ച അമിതവിക്രമ പ്രാസാദരക്ഷണ സർവാൻ ഹത്വാ തത്രൈവ തസ്ഥിവാൻ തച്ഛൃത്വാ തൂർണമുത്ഥായ വനഭംഗം മഹാപ്രിയം കിങ്കരാൻ പ്രേഷയാമാസ നിയുതം രാക്ഷസാധിപ നിമഗ്ന ചൈത്യപ്രാസാദ പ്രഥമാന്തര സംസ്ഥിത ഹനുമാൻ പർവ്വതാകാരോ ലോകസ്തംഭകൃതായുധ കിഞ്ചില്ലാങ്കുല ചലനോ രക്താസ്യോ ഭീഷണാകൃതി ആപതന്തം മഹാസംഘം രാക്ഷസാനാം ദദർശസ ചകാര സിംഹനാദം ച ശ്രുത്വാദേ മുഹുർഭൃശം. അല്ലയോ ദേവ, വാനരാകൃതി പൂണ്ട ഒരു മഹാസത്വം സീതയുമായി സംഭാഷണം ചെയ്തതിനു ശേഷം ഞൊടിയിടയിൽ അശോകവനിക മുഴുവൻ താറുമാറാക്കി. യജ്ഞമന്ദിരം ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. എല്ലാവരെയും കൊന്നിട്ട് അവൻ ആ വനം മുഴുവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇത് കേട്ട് രാവണൻ അനേക ലക്ഷം കിങ്കരന്മാരെ അങ്ങോട്ടയച്ചു. ഇരുമ്പ് തൂണ് ആയുധമാക്കി താൻ തകർത്ത യജ്ഞമന്ദിരത്തിന്റെ ആദ്യഭാഗത്ത് നിലയുറപ്പിച്ച് അല്പമായി വാലിളക്കി ചുവന്ന മുഖത്തോടുകൂടി പർവ്വതാകാരനും ഭീഷണരൂപിയുമായ ഹനുമാൻ രാക്ഷസരുടെ വൻകൂട്ടം വരുന്നത് കണ്ട് സിംഹനാദം മുഴക്കി. അത് കേട്ട് പലരും ബോധം കെട്ടു വീണു. ഹനുമന്തമതോ ദൃഷ്ട്വാ രാക്ഷസാ ഭീഷണാകൃതി നിർജഗ്നുർവിവിധാസ്ത്രൗഖൈ സർവരാക്ഷസഗാദിനം തത ഉത്ഥായ ഹനുമാൻ മുദ്ഗരേണ സമന്തത നിഷ്പിപേഷണാദേവ വശകാനീവ യൂപഥ നിഹതാൻ കിങ്കരാൻ ശ്രുത്വാ രാവണക്രോധമൂർച്ഛിതഃ പഞ്ചസേനാപതിം തത്ര പ്രേഷയാമാസ ദുർമദാൻ ഹനുമാനവിതാൻ സർവാൻ ലോകസ്തംഭേന ജാഹനത് തതക്രുദ്ധോ മന്ത്രിസുതാൻ പ്രേഷയാമാസ സപ്തസഃ. രാക്ഷസരെ ഒന്നാകെ വകവരുത്തുന്ന ഭീകരരൂപിയായ മാരുതിയെ കണ്ടപ്പോൾ ആ രാക്ഷസർ അദ്ദേഹത്തിനെതിരെ പലതരം ആയുധങ്ങളാൽ പ്രഹരം തുടങ്ങി. അനന്തരം ഹനുമാൻ എഴുന്നേറ്റ് ആനത്തലയൻ ഈച്ചകളെ എന്ന പോലെ ഇരുമ്പുലക്ക കൊണ്ട് ക്ഷണത്തിൽ തന്നെ ചുറ്റും നിന്ന രാക്ഷസരെ തച്ചുടച്ചു. കിങ്കരന്മാർ കൊല്ലപ്പെട്ടെന്ന് കേട്ട് കോപം മുഴുത്ത രാവണൻ മദമത്തരായ 5 സേനാപതികളെ അങ്ങോട്ടയച്ചു. ഇരുമ്പ് ദണ്ടുകൊണ്ട് ഹനുമാൻ അവരെ എല്ലാവരെയും അടിച്ചു കൊന്നു. അനന്തരം അവൻ 7 മന്ത്രികുമാരന്മാരെയാണ് അയച്ചത്. ആഗതാനവിതാൻ സർവാൻ പൂർവവദ്വാനരേശ്വര ക്ഷണാൻ നിശേഷതോ ഹത്വാ ലോകസ്തംഭേന മാരുതി പൂർവസ്ഥാനമുപാശ്രിത്യ പ്രതീക്ഷൻ രാക്ഷസാൻ സ്ഥിത തതോ ജഗാമ ബലവാൻ കുമാരോക്ഷപ്രതാപവാൻ. വന്നു ചേർന്ന സകലരെയും വാനരാധിപനായ മാരുതി മുമ്പിലത്തെ പോലെ കൊന്നു. ഇരുമ്പ് വടിയാൽ നിശേഷം തച്ചു കൊന്നു. എന്നിട്ട് മുമ്പിരുന്ന സ്ഥാനത്ത് തന്നെ രാക്ഷസരെ കാത്തു നിൽപ്പായി. തമുത്പപാദ ഹനുമാൻ ദൃഷ്ട്വാകാശേ സമുദ്ഗര ഗഗനാത്വരിതോ മൂർധ്നി മുദ്ഗരേണ വ്യഥാടയത് ഹത്വാതമക്ഷം നിശേഷം ബലം സർവം ജഗാരസ തതശ്രുത്വാ കുമാരസ്യ വദം രാക്ഷസപുംഗവ ക്രോധേന മഹതപിഷ്ടോ ഇന്ദ്രജേതാരമബ്രവീത് പുത്ര ഗച്ഛാമഹം തത്ര യത്രാസ്തേ പുത്രഹാരിഭൂ ഹത്വാ തമധവാ ബദ്ധ്വാ ആനയിഷ്യാമിതേ അന്തികം. അവനെ കണ്ടപ്പോൾ ഹനുമാൻ ഇരുമ്പ് വടിയുമായി ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ആകാശത്തുനിന്നുയർന്ന അക്ഷകുമാരന്റെ തലയ്ക്ക് ഇരുമ്പ് വടി കൊണ്ട് ആഞ്ഞടിച്ചു. ആ അക്ഷനെ കൊന്നതിന് ശേഷം സൈന്യത്തെയെല്ലാം അവൻ നശിപ്പിച്ചു. അക്ഷകുമാരന്റെ വധവാർത്ത കേട്ട് കൊടിയ കോപാവേശം പൂണ്ട രാക്ഷസേശ്വരൻ അനന്തരം ഇന്ദ്രജിത്തിനോട് പറഞ്ഞു,
അല്ലയോ മകനെ, എൻ്റെ കുഞ്ഞിനെ കൊന്ന ശത്രു എവിടെയിരിക്കുന്നു അവിടേക്ക് ഞാൻ പോവുകയാണ്. കൊന്നോ ബന്ധിച്ചോ അവനെ നിന്റെ സമീപം കൊണ്ടുവരാം. ഇന്ദ്രജിത് പിതരം പ്രാഹ ത്യജശോകം മഹാപദേ മയി സ്ഥിതേ കിമർത്ഥം ത്വം ഭാഷസേ ദുഃഖിതം വജ ബദ്ധ്വാനേഷേ ദ്രുതം ദാത വാനരം ബ്രഹ്മവാശത ഇത്യുക്ത്വാ രഥമാരൂഹ്യ രാക്ഷസൈർ ബഹുഭിർവൃത ജഗാമവായുപുത്രസ്യ സമീപം വീരവിക്രമ. ഇന്ദ്രജിത്ത് അച്ഛനോട് പറഞ്ഞു, മഹാത്മൻ, ദുഃഖം വേണ്ട. ഞാൻ ജീവനോടെ ഇരിക്കവേ എന്തിനാണ് അങ്ങ് ഇങ്ങനെ പറയുന്നത്? പിതാവേ, ബ്രഹ്മപാശത്താൽ കുരങ്ങനെ ബന്ധിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവരാം. ഇങ്ങനെ പറഞ്ഞ് തേരിലേറി ധാരാളം രാക്ഷസരാൽ പരിവൃതനായ ആ വീരവിക്രമൻ ഇന്ദ്രജിത്ത് മാരുതിയുടെ സമീപത്തേക്ക് പോയി. തതോദിഗർജിതം ശ്രുത്വാ സ്തംഭമുദ്യമ്യ വീരവാൻ ഉൽപപാത നഭോദേശം ഗരുവാൻ ഇവ മാരുതി. തതോ ഭ്രമന്തം നവസി ഹനുമന്തം ശിലീമുഖൈ വിദ്വാതസ്യ ശിരോഭാഗം ഇഷുവിച്ഛാഷ്ടഭിപ്പുന ഹൃദയം പാദയുഗളം ഷഡ്ഭിരേകേന വാലധിം ഭേദയിത്വാ തതോ ഘോരം സിംഹനാഥം അഥാകരോത്. തതോദിഹർഷാദ് ഹനുമാൻ സ്തംഭമുദ്യമ്യ വീര്യവാൻ ജഘാന സാരഥിം സാശ്വം ധഞ്ചാചൂർണയക്ഷണത്. അധോന്യം രഥമാദായ മേഘനാദോ മഹാബലഃ ശീഘ്രം ബ്രഹ്മാസ്ത്രമാദായ ബദ്ധ്വാ വാനരപുങ്കവും നിനായ നികടം രാജ്ഞോ രാവണസ്യ മഹാബലഃ. കടുത്ത അലർച്ച കേട്ടപ്പോൾ വീരഹനുമാൻ ഇരുമ്പ് തൂണും ഉയർത്തി ഗരുഡനെ പോലെ ആകാശത്തേക്ക് കുതിച്ചു. മാനത്ത് ചുറ്റുന്ന ഹനുമാനെ ബാണങ്ങളാൽ മുറിപ്പെടുത്തി. 8 അമ്പുകളാൽ അവന്റെ ശിരോഭാഗവും 6 കൊണ്ട് ഹൃദയവും കാലണയും വാലും ഭേദിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് പിന്നെ ഘോരമായ സിംഹനാദം മുഴക്കി. അനന്തരം വീരഹനുമാൻ വമ്പിച്ച ഉത്സാഹത്തോടെ ഇരുമ്പ് തൂണുയർത്തി ക്ഷണത്തിൽ സാരഥിയെ അടിച്ചു കൊന്നു. കുതിരയോടൊപ്പം തേരും പൊടിയാക്കി. അതിശക്തനായ മേഘനാഥൻ പിന്നെ മറ്റൊരു തേരിലേറി വേഗത്തിൽ ബ്രഹ്മാസ്ത്രമെടുത്ത് വാനരനായകനെ ബന്ധിച്ച് രാവണരാജാവിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. യസ്യ നാമ സതതം ജപന്തിയേ ജ്ഞാനകർമ്മകൃതബന്ധനം ക്ഷണാത് സദ്യയേവ പരിമുച്യതത്പദം യാന്തി കോടിരവിഭാസുരം ശിവം. തസ്യൈവ രാമസ്യ പാദാംബുജം സദാ ഹൃത്പത്മമധ്യേ സുനിധായ മാരുതി സദൈവ നിർമുക്ത സമർത്ഥവന്ദന കിം തസ്യ പാശൈർ ഇതൈശവന്ദനൈഃ. ഏതൊരുവന്റെ തിരുനാമം നിരന്തരം യാതൊരുവൻ ജപിക്കുന്നുവോ അവർ അജ്ഞാനമൂലമായ കർമ്മം വരുത്തിവെച്ച ബന്ധനം ക്ഷണത്തിൽ വിടുവിച്ച് കോടുസൂര്യ ഭാസുരവും മംഗലമയവുമായ ആ തിരുവടികളിൽ സത്വരം എത്തിച്ചേരുന്നു. ആ രാമന്റെ കാൽത്താരണ മാത്രം എപ്പോഴും ഉൾപ്പൂവിൽ ഉറപ്പിച്ച മാരുതി എന്നേക്കുമായി സകല ബന്ധനങ്ങളിൽ നിന്നും മുക്തനാണ്. അദ്ദേഹത്തിന് ബ്രഹ്മാസ്ത്രാദി മറ്റു പാശങ്ങളാലും കെട്ടുകളാലും എന്താണ് ഹാനി വരിക? ഒന്നും സംഭവിക്കുകയില്ല. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.